നമസ്കാരം. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഇന്നലെ ഉണ്ടായ ആക്രമണം CPM തങ്ങളെ അംഗീകരിക്കാത്തവരെ അല്ലെങ്കിൽ തങ്ങളെ കുറ്റങ്ങളെ വിമർശിക്കുന്നവരെ എത്രമാത്രം ക്രൂരമായ രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. നമുക്കറിയാം, ഭീരുക്കളുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇത്തരം ആക്രമണം. ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത് എന്നുള്ളതിന് പകരം ഇത്തരത്തിൽ ആളുകളെ കായികമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് എക്കാലത്തും കേരളത്തിലെ CPM പിന്തുടർന്നിരുന്ന ഒരു നയം തന്നെയാണ്. അതിൻ്റെ കൃത്യമായ നടപ്പിലാക്കൽ തന്നെയാണ് ഇന്നലെ ഇടുക്കിയിൽ നടന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറുനാടൻ മലയാളിയെ നിയമപരമായും പോലീസിനെ കൊണ്ടുമൊക്കെ തന്നെ നേരിടാൻ നിരവധി ശ്രമങ്ങൾ നേരത്തെയും സർക്കാർ നടത്തിയിരുന്നു. അത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അതെല്ലാം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അടുത്തതായി പിന്നെ കായികമായി നേരിടാനുള്ള അവരുടെ ഈ നീക്കം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഷാജൻ സ്കറിയയെ ഇവർ പിന്തുടർന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ട് TP ചന്ദ്രശേഖരൻ്റെ പേരിൽ ഒരു ഇന്നോവയാണ് അവർ ഇറക്കിയിരുന്നത് എങ്കിൽ ഇക്കുറി ഷാജൻ സ്കറിയയെ നേരിടാൻ ഇറക്കിയത് മഹീന്ദ്ര താറായിരുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. തങ്ങൾക്ക് അടിമയായി നിൽക്കാതെ തങ്ങൾ നടത്തുന്ന വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന ആരെയും ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ CPM വർഷങ്ങളായി തുടർന്ന് വരുന്ന അവരുടെ ഒരു അജണ്ടയുടെ കൂടി ഭാഗമാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എത്രയോ തവണയാണ് മറുനാടൻ മലയാളി പൂട്ടിക്കെട്ടാൻ ഈ സർക്കാർ ശ്രമം നടത്തിയത്, CPM നേതാക്കൾ ശ്രമം നടത്തിയത്. ഈ രാജ്യം ജുഡീഷ്യറി ഒന്നും ഉള്ളതുകൊണ്ട് മാത്രമാണ് മറുനാടൻ മലയാളി ഒന്നും ചെയ്യാൻ ഈ സർക്കാരിനും CPM ഒക്കെ തന്നെ കഴിയാതെ പോയത്. അതിൻ്റെയൊക്കെ തന്നെ കലി തീർക്കുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ കായികമായി നേരിട്ടുകൊണ്ടായിരിക്കും. അല്ലെങ്കിലും പണ്ട് മുതലേ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നവരെ കായികമായി നേരിടുക, വധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ എന്നും ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് CPM തന്നെയായിരുന്നു. ഇതിനെയൊക്കെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും അവർ തന്നെയാണ്. ഏതായാലും ലോകത്തെ പ്രബുദ്ധരായ ജനങ്ങളൊക്കെ തന്നെ ഇക്കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. അവരെല്ലാവരും മറുനാടൻ മലയാളിക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത് തന്നെയാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ. തങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം മാത്രം നടപ്പിലാക്കിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കേരളത്തിന് പുറത്ത് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ, അതിനെതിരെ മെഴുകുതിരി കത്തിച്ച് പ്രതികരിക്കാൻ ഇറങ്ങുന്ന സാംസ്കാരിക നായകരും രാഷ്ട്രീയ പ്രവർത്തകരൊന്നും തന്നെ ഇവിടെ കാണാനില്ല. അവർക്കെല്ലാം ആവശ്യം സത്യം തുറന്ന് പറയുന്ന, മറ്റ് പല വൻകിട മാധ്യമങ്ങളും പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മറുനാടനെ പൂട്ടിക്കുക, അല്ലെങ്കിൽ മറുനാടൻ്റെ ചീഫ് എഡിറ്ററെ കായികമായി ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഏറെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സമൂഹമാണ് മലയാളികൾ. അവർക്കിടയിൽ മറുനാടൻ മലയാളി എന്ന മാധ്യമം വളരെ കുറഞ്ഞ കാലം കൊണ്ട് നേടിയെടുത്ത സ്വാധീനം, ജനങ്ങൾ അവരിൽ അർപ്പിച്ച വിശ്വാസം, ഇതൊക്കെ തന്നെ ഈ നാട്ടിലെ കോറി മാഫിയയ്ക്കും അതല്ലെങ്കിൽ അധോലോകങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു വലിയ സംഘത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും മറുനാടൻ മലയാളി ഓഫീസിൽ ഫോണിലൂടെ വരുന്ന ഭീഷണികൾ ഞങ്ങൾക്കറിയാം. അതുപോലെ പലരും നേരിട്ടും അല്ലാതെയൊക്കെ തന്നെ ഈ സ്ഥാപനത്തിന് നേരെ ഉയർത്തുന്ന ഭീഷണികൾ, അതിനെ ഒരിക്കലും കേരളത്തിലെ പ്രബുദ്ധരായ ജനത പിന്തുണയ്ക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആശയങ്ങളെ ആശയം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടത്. അതല്ലാതെ ഇത്തരത്തിൽ ഭീരുക്കൾ ചെയ്യും പോലെ ഒളിച്ചിരുന്ന് ആക്രമിക്കുക, വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളിനെ വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. മാധ്യമപ്രവർത്തകനായിരുന്ന SC പ്രദീപിൻ്റെ അനുഭവമൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ അന്വേഷണം പോലും ഇപ്പോഴും എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. സത്യം തുറന്ന് പറയുന്നവരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന രീതി കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നൊന്ന് ചിന്തിക്കുക. തങ്ങൾക്കൊപ്പം നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷ ബുദ്ധിജീവികളും അതുപോലെ ഇടതുപക്ഷ മാധ്യമങ്ങളും അവർക്കൊപ്പം നിൽക്കുന്ന സാംസ്കാരിക നായരും എല്ലാം തന്നെ പ്രതികരണമായ രംഗത്തെത്താറുള്ളത്. അതല്ലാതെ സത്യം തുറന്ന് പറയുന്ന, അതുപോലെ എല്ലാ കാര്യത്തിലും സ്വന്തമായ നിലപാടുള്ള മാധ്യമങ്ങൾക്കെല്ലാം നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ളൊരു അനുഭവമാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകത്തെവിടെ ആയിരുന്നാലും ഒരു വാർത്ത സത്യമാണോ അല്ലയോ എന്നറിയാൻ ആദ്യം നോക്കുന്നത് മറുനാടൻ മലയാളി തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എക്കാലത്ത് ഞങ്ങൾ സത്യത്തിനൊപ്പം തന്നെയായിരിക്കും നിൽക്കുക. ഇത്തരത്തിലുള്ള ഈ ഭീഷണികളും അതല്ലെങ്കിൽ ഈ ആക്രമണങ്ങളും കൊണ്ടൊന്നും തന്നെ ഞങ്ങൾ പിന്മാറില്ല എന്ന് ഒന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ഇക്കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കുകയില്ല. ഇനി ഈ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോഴൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ പോലീസും ഇവിടുത്തെ മറ്റ് വ്യവസ്ഥകളുമൊക്കെ ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ കേസിലെ കുറ്റവാളികളെ എങ്ങനെയാണ് ഇവർ പിടികൂടുന്നത് എന്നുള്ള കാര്യവും കേരളം ആകാംക്ഷയോടുകൂടി തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മറുനാടൻ എന്നും സത്യത്തിനൊപ്പം തന്നെയായിരിക്കും നിൽക്കുക. ഇനിയും നാളെയും ഞങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക.